ഈ മെറ്റീരിയൽ ലൈഫിൽ നിന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസും അവിടെ തന്നെ ഉണ്ട്. എന്നിട്ടും അയാൾക്ക് മുമ്പത്തെ പോലെ ചലിക്കാൻ പറ്റുന്നില്ല. കാരണം മുമ്പ് അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന എന്തോ ഒന്ന് പുറത്തു പോയിട്ടുണ്ട്. ഇപ്പം ആ ശരീരത്തിലില്ല എന്നർത്ഥം. അതിനെയാണ് നമ്മൾ ആത്മാവ് എന്ന് വിളിക്കുന്നത്. അഥവാ ഭൗതികമായിട്ടുള്ള പദാർത്ഥങ്ങളെ കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ ആത്മാവ്, സോൾ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആനിലൊരു ആയത്തുണ്ട്, യസ്അലൂനക അനിർ റൂഹ്. ആത്മാവിനെ കുറിച്ചിട്ട് നബി അങ്ങയോട് ചോദിക്കപ്പെട്ടാൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ഇറ്റ്സ് എ കമാൻഡ് ഓഫ് അള്ളാഹ്. ആത്മാവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മറുപടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഒറ്റ വാക്കിൽ നിങ്ങൾ വേർഡ് ബൈ വേർഡ് ആലോചിച്ചാലൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളെ തലച്ചോറ് അപ്ലൈ ചെയ്യാം. എന്താണ് ഈ കമാൻഡ് ഓഫ് അള്ളാഹ് എന്ന് പറയുന്നത്? അപ്പോൾ ഇൻഷാ അല്ലാഹ് ആലോചിക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ടതാണ്. ഞാനൊരു ഫണ്ടമെൻ്റൽ തിയറി പറയാം. നമുക്ക് ദാഹം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയോ വെള്ളം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് എവിടെയോ ഭക്ഷണം എന്ന് പറയുന്ന ഒന്ന് നിലനിൽക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു ദാഹമുണ്ട്, എന്നെന്നും ജീവിക്കാനും സ്നേഹിക്കപ്പെടാനുള്ളൊരു ദാഹമുണ്ട്. പക്ഷേ ഈ ലോകത്ത് പൂർണ്ണമായ സ്നേഹമോ പൂർണ്ണമായ നീതിയോ മരണമില്ലാത്ത ജീവിതമോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനൊരു ദാഹം അള്ളാഹു ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു ലോകം എപ്പോഴോ വരാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇല്ലാത്ത ഒന്നിനോട് മനുഷ്യന് ഒരിക്കലും ദാഹം തോന്നൂല. ഒരു മത്സ്യത്തിന് കരയിൽ കിടക്കുമ്പോൾ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മത്സ്യത്തിന് ജീവിക്കാൻ വെള്ളം എന്നൊരു മാധ്യമം ആവശ്യമാണെന്നാണ്. മനുഷ്യൻ ഈ ലോകത്ത് അനീതി കൊണ്ടും തിന്മ കൊണ്ടും ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള നീതിക്കും സ്നേഹത്തിനും ഇവിടെ പൂർണ്ണത ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മനുഷ്യന് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല എന്നതാണ്. സോ വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ആഖിറ.